യുഎഇയിലെ ഫുജൈറയിലേക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തെയാണ് ഇന്ത്യ ശക്തമായി അപലപിക്കുന്നത്. ആളുകൾ താമസിക്കുന്ന, സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നുണ്ട്. ആക്രമണത്തെ അപലപിക്കുന്നതോടൊപ്പം യുഎഇക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമന്ത്രി പറയുന്നത്, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സർവ്വസ്വതന്ത്രമായിരിക്കണം, ഒരു തരത്തിലുള്ള നിയന്ത്രണവും അവിടെ പാടില്ല. എങ്കിൽ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനവും സുസ്ഥിരതയും സാധ്യമാകൂ. മാത്രമല്ല, ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ വഴിയൊരുക്കൂ എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഏതായാലും ശക്തമായിട്ടുള്ളൊരു താക്കീത് ഇക്കാര്യത്തിൽ ഇറാന് ഇന്ത്യ നൽകുന്നുണ്ട്. മറ്റൊന്ന്, യുഎഇയിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി വ്യോമാക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട്. പലയിടത്തുനിന്നും കേട്ട ശബ്ദം അത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിച്ചതാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. യുഎഇ സായുധ സേനയുടെ 50ാമത് വാർഷിക ദിനം കൂടിയാണ് ഇന്ന്. ആ ദിനത്തിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയിട്ടുള്ള സന്ദേശവും ഏറ്റവും പ്രധാനമാണ്. ഒന്ന്, ജനങ്ങളുടെ ഐക്യമാണ് രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോയ വർഷങ്ങളിലൊക്കെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള സൈനികരെ അദ്ദേഹം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി ഏത് സാഹചര്യത്തെയും നേരിടുമെന്ന് പ്രസിഡന്റ് പറയുന്നു. അതോടൊപ്പം തന്നെ യുഎഇയുടെ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും ഇന്ന് ഇത്തരത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സേന നൽകുന്ന ത്യാഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇറാനിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രകോപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ജാഗ്രതയിലാണ്. ഇറാന് നേരെയുണ്ടായിട്ടുള്ള യുഎഇക്ക് നേരെയുണ്ടായിട്ടുള്ള ഇറാന്റെ ആക്രമണങ്ങളെ കൂടുതൽ രാജ്യങ്ങൾ ഇന്ന് അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്.